അല്പം മുമ്പ് കണ്ടെത്തിയത്. ഈ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ഇന്ദുലേഖയുണ്ട് വിവരങ്ങളുമായി. ഇന്ദു, ഇത് എവിടെ നിന്നുള്ള ദൃശ്യമാണ്? BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ, എന്താണ് പ്രതിഷേധത്തിന്റെ കാരണം? നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധി അനിൽകുമാർ നേരിട്ടുവെന്ന്. അനിൽകുമാറിന്റെ ഓഫീസിൽ നിന്നിന്റെ തൊട്ടു മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആത്മഹത്യ ചെയ്ത അനിൽകുമാറിന്റെ ആ കൗൺസിലറുടെ ആ റൂമിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത് നമ്മൾ കണ്ടത്. അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രോശിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏറെ അക്രമാസക്തരായിട്ടായിരുന്നു പ്രവർത്തകരുണ്ടായിരുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടേഴ്സിനെയും ക്യാമറാമാൻമാരെ അടക്കം തള്ളിയിറക്കുകയും അടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഉപകരണങ്ങൾ പലതും കേടുപാടുകൾ വരത്തക്ക രീതിയിലായിരുന്നു മർദ്ദനം. ശാരീരികമായിട്ടും ഏറെ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ നിലയിലാണ് ഈ കൗൺസിലറുടെ ഓഫീസുള്ളത്. അവിടെ നിന്നും സ്റ്റെപ്പിലേക്ക് നമ്മളെ തള്ളി ഇറക്കി വിടുകയായിരുന്നു. അത്തരത്തിൽ ആക്രോശിക്കുകയായിരുന്നു. ഇവിടെ നിൽക്കേണ്ട, റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, മര്യാദയ്ക്ക് എഴുതിക്കോണം എന്നടക്കമുള്ള ഭീഷണി സ്വരത്തിലായിരുന്നു അവരുടെ സംസാരം. അത്രത്തോളം ആക്രോശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടാണ് ആ കെട്ടിടത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് ഇറക്കി വിട്ടത്. കാണുന്നത് പോലെ തന്നെ വളരെ അക്രമാസക്തരായിട്ടായിരുന്നു. സാഹചര്യം എന്താണ് ഇപ്പോൾ? തിരുമല അനിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലാണ് കണ്ടെത്തിയത്. അവിടെ BJP പ്രവർത്തകരുണ്ട്. മാധ്യമങ്ങൾക്ക് നേരെ തിരിയാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം ഇതാണ്, അതായത് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഇവർ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ബാങ്ക് പ്രതിസന്ധി നേരിട്ടു, ഇവിടെ പണം നിക്ഷേപിച്ച ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിൽ പാർട്ടി സഹായിച്ചില്ല. അതുപോലെ തന്നെ താനും തൻ്റെ കുടുംബവും ഒറ്റപ്പെട്ടു പോയി. താനോ തൻ്റെ കുടുംബമോ ഈ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഈ നിക്ഷേപകരുടെ പണത്തിൽ നിന്നും ഒരു പൈസ പോലും എടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു. അതുമാത്രമല്ല, ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴത്തേക്കും ഏറെ മനോവിഷമം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള വാർത്തകൾ, അതായത് അത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. അതിൽ അക്രമാസക്തരായിട്ടാണ്, അതായത് പാർട്ടിക്കെതിരെ നിലപാട് പറഞ്ഞു സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള ആക്രോശങ്ങളോട് കൂടിയായിരുന്നു ഇവർ നമ്മളെ ഉപദ്രവിച്ചത്. ആ ദൃശ്യങ്ങളാണ് രതീഷ് കണ്ടത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന തിരുവനന്തപുരത്തെ തിരുമലയിലാണ് BJP നഗരസഭാംഗത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ്, അതിലെ വിവരങ്ങളാണ് നേരത്തെ ഇന്ദുലേഖ റിപ്പോർട്ട് ചെയ്തത്. സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായി, താൻ കുടുംബവും ഒറ്റപ്പെട്ടുപോയി എന്നടക്കമുള്ള വിവരങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നതാണ് പോലീസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളി പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. മർദ്ദനമുണ്ടായി എന്നതാണ് ഇന്ദുലേഖ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പം സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു അവിടെ അല്പം മുമ്പ് ഉണ്ടായത്. പോലീസ് ഇടപെടുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു തിരുമല അനിൽ എന്നറിയപ്പെടുന്ന അനിൽകുമാർ. BJP നഗരസഭാംഗം ആയി വിജയിച്ചു എന്നതിനപ്പുറത്ത് സംഘപരിവാർ സംഘടനകളിലെ പ്രധാനപ്പെട്ട ചുമതലകൾ, BJPയിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന നേതാവാണ്. നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന BJP നേതാവാണ്. പ്രാദേശിക തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള നേതാവാണ്. അപ്രതീക്ഷിതമായൊരു വാർത്തയാണ്. അതിന് പിന്നാലെയാണ് അവിടെ ഒരു പ്രതിഷേധവും മാധ്യമങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും സംഭവിച്ചത്.